ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവവചനത്തിൻ്റെ മുൻപാകെ നമുക്കൊരുമിച്ച് അല്പസമയം ചെലവഴിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായി സങ്കീർത്തനങ്ങൾ 34-7 വാക്യം ഞാൻ വായിക്കുന്നു. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. ഒരു ഭാഗം കൂടെ നമുക്ക് നോക്കാം. 91 സങ്കീർത്തനം അതിൻ്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയുമില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ദൈവദൂതന്മാരെക്കുറിച്ചുള്ള പഠനത്തിന് ഏഞ്ചലോളജി എന്നാണ് പറയുന്നത്. ബൈബിളിലെ അടിസ്ഥാന ഉപദേശങ്ങളിൽ ഒന്നാണ് ദൈവദൂതശാസ്ത്രം. നാം സങ്കീർത്തനങ്ങളിൽ കാണുന്നത് ദൂതന്മാർക്ക് ആരംഭമുണ്ട്. സങ്കീർത്തനം 148-2, 5 വാക്യങ്ങൾ നോക്കുമ്പോൾ അവൻ്റെ സകല ദൂതന്മാരുമായുള്ളവരെ അവനെ സ്തുതിക്കുവിൻ, അവൻ്റെ സർവ്വസൈന്യമേ അവനെ സ്തുതിക്കുവിൻ. അവൻ കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കയാൽ അവ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. അപ്പോൾ ദൂതന്മാരെ ദൈവം സൃഷ്ടിച്ചു എന്നാണ് നാം ഇവിടെ കാണുന്നത്. കർത്താവായ യേശു ക്രിസ്തു ദൂതന്മാരിൽ ഒരുവനാണെന്ന് ചിലർ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ക്രിസ്തു ഒരു സൃഷ്ടിയല്ല. എബ്രായർ 7:3 നമ്മൾ കാണുന്നത് അവന് ജീവാരംഭവും ജീവാവസാനവും ഇല്ല എന്നാണ്. എപ്പോഴാണ് ദൂതന്മാർ സൃഷ്ടിക്കപ്പെട്ടത്? ഭൂമിയും മനുഷ്യവർഗവും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പാണ് ദൂതന്മാരെ ദൈവം സൃഷ്ടിച്ചത്. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നമ്മളത് കാണുന്നത്. ഇയ്യോബ് 38:6 ദൈവം ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ ദൈവദൂതന്മാർ സന്തോഷിച്ച് ആർത്തു എന്ന് നമ്മൾ കാണുന്നു. ദൈവത്തിൻ്റെ സന്ദേശവാഹകന്മാരാണ് ദൈവദൂതന്മാർ. അവരെ ദൈവമക്കളെ സംരക്ഷിക്കുന്നു, തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. നമ്മുടെ എല്ലാ വശത്തും ഉറങ്ങാതെയും ഉറക്കം തൂങ്ങാതെയും നമ്മെ ചുറ്റി പരിപാലിക്കുന്നു. നാം അറിയാത്ത എത്രയോ അനർത്ഥങ്ങളിൽ നിന്ന് ദൂതന്മാർ നമ്മെ വിടുവിച്ചിട്ടുണ്ട്. നമ്മുടെ ആത്മാവെ അത്യുന്നതൻ്റെ വാസസ്ഥലമാക്കുമെങ്കിൽ നാം ധന്യരാണ്. ദൈവജനം സുരക്ഷിതരായിരിക്കത്തക്കവണ്ണം ദൂതന്മാർക്ക് ദൈവം കൽപ്പന നൽകിയിരിക്കുകയാണ്. ഒരു നേഴ്സ് ഒരു ശിശുവിനെ കരങ്ങളിൽ വഹിക്കുന്നത് പോലെ ദൂതന്മാർ നമ്മെ കാക്കുന്നു. അതുപോലെ ദൂതന്മാർ മനുഷ്യരെക്കാൾ ഉപരി ജ്ഞാനം ഉള്ളവരാണെന്ന് ദാനിയേൽ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നു. മനുഷ്യർക്ക് ലഭിച്ച ഉന്നതമായ രക്ഷാപദ്ധതിയിലേക്ക് ദൂതന്മാർ കുനിഞ്ഞു നോക്കുന്നു. അത് അവർ അനുഭവിക്കുന്നില്ല. പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 10-12 വാക്യങ്ങളിൽ നമ്മളത് കാണുന്നു. ദൂതന്മാർ ആത്മജീവികളാണ്. എന്ന് വെച്ചാൽ ഭൗമ ശരീരം നമ്മെപ്പോലെ അവർക്ക് ഇല്ല. എബ്രായർ 1:4 അവരൊക്കെയും രക്ഷ പ്രാപിക്കുവാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളാണ്. എന്നാൽ ആത്മജീവിയാണെങ്കിലും അവയ്ക്ക് മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടുവാനും കഴിയും. ഉൽപ്പത്തി 19:2 നമ്മൾ കാണുന്നത് 2 ദൂതന്മാർ വൈകുന്നേരത്തെ സോദോമിലെത്തി ലോത്തിൻ്റെ വീട്ടിലും ചെന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അതുപോലെ കർത്താവിൻ്റെ ദൂതൻ യോസേഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. മത്തായി 1:20 ദൂതന്മാർ ഒരു സംഘമാണ്. അതുകൊണ്ടാണ് എബ്രായർ 12:22 മുതൽ വായിക്കുമ്പോൾ അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘം എന്നവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു.
അതുപോലെ ദൂതന്മാർക്ക് മരണമില്ല, ലൂക്കോസ് 20:35. അതുകൊണ്ട് അവർക്ക് ജനനമില്ല, വിവാഹം ആവശ്യമില്ല. ദൂതന്മാരെ ദൈവപുത്രന്മാർ എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, ഇയ്യോബ് 1:6. അവിടെ നമ്മൾ വായിക്കുന്നത്, ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുവാൻ ചെന്നു. അത് ദൈവദൂതന്മാരെയാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഉൽപ്പത്തി 6-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുള്ള ദൈവപുത്രന്മാർ അത് ദൂതന്മാരല്ല, അവർ ശേത്തിന്റെ സന്തതികളാണ്. അവർ ദുഷ്ടത പ്രവർത്തിച്ചു, അതിൻ്റെ ഫലമായി ആ തലമുറയെ ജലപ്രളയത്താൽ ദൈവം നശിപ്പിച്ചു എന്ന് നമ്മൾ അവിടെ വായിക്കുന്നു. ദൂതന്മാർ മനുഷ്യരെക്കാൾ അതിശക്തന്മാരാണ്. സങ്കീർത്തനം 103:20 നമ്മൾ വായിക്കുമ്പോൾ, അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവൻ്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. മൈറ്റി ഇൻ സ്ട്രെങ്ത്. വളരെ ശക്തന്മാരാണ് ദൂതന്മാർ. ഉദാഹരണമായിട്ട് നമ്മളെ ഹിസ്കിയ രാജാവിൻ്റെ കാലത്ത് അശൂർ സൈന്യത്തിൻ്റെ ഭീഷണിയിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിക്കേണ്ടതിന് നിയോഗിക്കപ്പെട്ട ദൈവദൂതൻ ഒരു രാത്രി അശൂർ പാളയത്തിൽ 1,80,000 പേരെ സംഹരിച്ചു. 2 രാജാക്കന്മാർ 19:35. അപ്പോൾ ദൂതന്മാർ എത്രയോ ശക്തിയുള്ളവരാണ്. അതുപോലെ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 29 നമ്മൾ വായിക്കുമ്പോൾ, ഫറവോന്റെ അധികാരത്തിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കേണ്ടതിന് കടിഞ്ഞൂൽ സംഹാരം നടത്തുവാൻ ദൈവം ഒരു ദൂതനെ അത്ര അയച്ചത്. അതുപോലെ തടവിൽ അടയ്ക്കപ്പെട്ട പത്രോസിനെയും മറ്റേ അപ്പോസ്തലന്മാരെയും അവിടെ നിന്ന് വിടുവിച്ചത് ദൈവത്തിൻ്റെ ദൂതന്മാരാണെന്ന് പ്രവൃത്തി 5:19, 12:7 ഇവിടെയൊക്കെ നമ്മൾ വായിക്കുന്നു. അതുപോലെ ക്രിസ്തുവിൻ്റെ കല്ലറയുടെ വാതിൽക്കൽ വെച്ചിരുന്ന വലിയ കരിങ്കല്ല് ഉരുട്ടി നീക്കിയത് ദൂതന്മാരാണ്. ആ വലിയ കല്ലിന്, വൃത്താകൃതിയിലുള്ള കല്ലിന് 8 അടി വ്യാസവും 1 അടി കനവും 4 ടണ്ണിലധികം ഭാരവുമുള്ള വലിയ ഒരു കല്ലായിരുന്നു. ആ കല്ല് ദൂതന്മാരെ ഉരുട്ടി മാറ്റി. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ദൂതന്മാരുടെ സംഘം, അവർ വലിയ സംഘമുണ്ട്, സംഖ്യാതീതരാണ്. സങ്കീർത്തനം 68:17 നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ രഥങ്ങൾ 1000,000-ഉം കോടിയുമാകുന്നു. കർത്താവെ അവരുടെ ഇടയിൽ സീനായിൽ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ. നമ്മൾ ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ 10,000 പേര് അവന് ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവന് മുമ്പായി നടന്നു. അത് ദൂതന്മാരെയാണ് ഉദ്ദേശിക്കുന്നത്. അവരുടെ എണ്ണം 10,000-10,000-ഉം 1,000,000-ഉമാണെന്ന് വെളിപ്പാട് 5:11 നമ്മൾ വായിക്കുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 6:17 ഏലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് കണ്ടു എന്ന് നമ്മൾ വായിക്കുന്നു. കർത്താവ് ഒരിക്കൽ പത്രോസിനോട് പറയുകയുണ്ടായി, മത്തായി 26:53 നമ്മൾ അവിടെ വായിക്കുന്നു, പിതാവിനോട് അപേക്ഷിച്ചാൽ 12 ലഗ്യോനിലും അധികം ദൂതന്മാരെ എൻ്റെ അരികെ നിർത്തും. റോമ ഗവൺമെന്റ് 6,000 പടയാളികൾ അടങ്ങിയ ഒരു സേനാ വിഭാഗത്തെയാണ് ലഗ്യോൻ എന്ന് പറയുന്നത്. ഇവിടെ കർത്താവ് പറഞ്ഞത് 12 ലഗ്യോൻ, അതായത് 72,000 സൈനികരാണ് 12 ലഗ്യോൻ എന്ന് പറയുന്നത്. അവരുടെ ജോലി എന്താണ്? ദൂതന്മാരുടെ ജോലി, അവർ ആരാധക സംഘമാണെന്ന് 148-ാം സങ്കീർത്തനം 2-ാം വാക്യം വായിക്കുന്നു.
ആരാധക സംഘം. അവിടെ നമ്മൾ കാണുന്നത് അവൻ്റെ സകല ദൂതന്മാരുമായുള്ളവരെ അവനെ സ്തുതിക്കുവീൻ, അവൻ്റെ സർവ്വ സൈന്യവുമേ അവനെ സ്തുതിക്കുവീൻ. രണ്ടാമത് അവർ ദൂതുവാഹികളാണ്. ആരാധക സംഘമാണ്, അതേസമയം അവർ ദൂതുവാഹികളാണ്. ദാനിയേൽ 8:16 നമ്മൾ വായിക്കുമ്പോൾ ദാനിയേലിന് ദൈവിക സന്ദേശം നൽകിയതാരാണ്? ഗബ്രിയേൽ എന്ന ദൂതനാണ്. യേശുവിൻ്റെ ജനനം മറിയയോട് അറിയിച്ചത് ഗബ്രിയേലാണ്. യോഹന്നാൻ സ്നാപകന്റെ ജനനം സക്കറിയാവോടും അറിയിച്ചതാരാ? ദൈവത്തിൻ്റെ ദൂതന്മാരാണ്. അപ്പോൾ അവർക്ക് ദൂത് വഹിക്കുവാനുള്ള അവകാശം ദൈവം നൽകിയിരിക്കുകയാണ്. യേശുവിൻ്റെ ഉയർപ്പിൻ്റെ സന്ദേശം ആദ്യമായി സ്ത്രീകളെ അറിയിച്ചതാരാ? ദൂതന്മാരാണ്. ലൂക്കോസ് 24:4-7 വരെ വായിക്കുന്നു. അവിടെ കാണുന്നത് മിന്നുന്ന വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അരികെ നിൽക്കുന്നത് കണ്ടു. അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ദൂതന്മാര് പറഞ്ഞു. അതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമന വാഗ്ദത്തം ശിഷ്യന്മാർക്ക് നൽകിയതും വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാരാണ്. പ്രവൃത്തി പുസ്തകം 1:10-11 വാക്യങ്ങൾ. അപ്പോൾ ദൈവവചനം നമുക്കിന്ന് പൂർണ്ണമായി എഴുതി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാലത്ത് ഇപ്രകാരമുള്ള സന്ദേശം ഇല്ലാതെയായി. ദൈവിക സന്ദേശം മറ്റുള്ളവരോട് അറിയിക്കേണ്ടത് ഇന്ന് ഓരോ വിശ്വാസിയുടെയും കടമയാണ്, കർത്തവ്യമാണ്. കർത്താവ് പറഞ്ഞല്ലോ സ്വർഗാരോഹണത്തിന് മുമ്പ് മർക്കോസ് 16:15 നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുവീൻ. അപ്പോൾ ദൈവം ഇന്ന് സന്ദേശം കൊടുക്കുന്നത് തൻ്റെ ദാസന്മാരിൽ കൂടെയാണ്. തൻ്റെ ഉപദേശിമാരല്ലെങ്കിൽ നാട്ടിൽ പറയുമല്ലോ ഉപദേശിമാരെന്ന്, സുവിശേഷകന്മാർ, ദൈവത്തിൻ്റെ ദാസന്മാർ, അവരിൽ കൂടെയാണ് ഇന്ന് ലോകത്തോട് വിളിച്ചറിയിക്കുന്നത്. വലിയ ന്യായവിധി വരാൻ പോകുന്നു. ഈ രക്ഷാ സന്ദേശം, ക്രിസ്തുവിൽ കൂടെയുള്ള വീണ്ടെടുപ്പ്, ഇതെല്ലാം അറിയിക്കുന്നത് ദൈവത്തിൻ്റെ ദാസന്മാരാണ്, ദൂതന്മാരല്ല. നാം അത് ചെയ്യുന്നില്ലെങ്കിൽ ദൈവം വേറൊരു പോംവഴിയും അതിന് പകരം പറഞ്ഞിട്ടില്ല. അതുകൂടാതെ ദൈവമക്കളെ സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതും ദൂതന്മാരാണ്. നമ്മൾ എബ്രായ ലേഖനം 1:4 വാക്യത്തിൽ വായിക്കുന്നത് അവർ ഒക്കെയും രക്ഷ പ്രാപിക്കുവാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ. ദൂതന്മാരെ സംബന്ധിച്ചിടത്തോളമാണ് പറയുന്നത്. നമ്മെ കാക്കുകയും നമ്മെ സംരക്ഷിക്കുകയും ചെയ്യുന്നത് ദൈവത്തിൻ്റെ ദൂതന്മാരാണ്. നാം അത് അറിയുന്നില്ല. സങ്കീർത്തനം 34:7 അത് പറയുന്നുണ്ട്. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. ഈ കാലത്ത് ദൈവമക്കളുടെ വീടുകളിൽ ഒരു രോഗമോ അല്ലെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങൾ പഠിക്കുവാൻ ഇച്ചിരി മണ്ടരോ പ്രമോഷൻ കിട്ടാതിരിക്കുകയോ അങ്ങനെയൊക്കെയുള്ള ചില പ്രയാസങ്ങളിൽ ചിലർ ഭവനത്തിൽ കടന്നു വന്ന് പറയും, നിങ്ങൾക്ക് എന്തോ മന്ത്രവാദം ചെയ്തിട്ടുണ്ട് ആരോ, അത് നമുക്ക് എടുക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രാർത്ഥനയൊക്കെ സംഘടിപ്പിച്ച് ഇങ്ങനെ 1 ആഴ്ച 2 ആഴ്ചയൊക്കെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മന്ത്രവാദം എടുക്കുന്നവർ, ദൈവമക്കളെ വഞ്ചിക്കുന്നവരാണ് അവർ. ദൈവത്തിൻ്റെ വചനം അവർ വിശ്വസിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കബളിപ്പിക്കലിൽ അവർ പെട്ടുപോകുന്നത്. നമ്മളിവിടെ വായിക്കുന്ന യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. ഇയ്യോബിനുണ്ടായ പരിശോധനയിൽ പിശാച് പറയുന്നത്, ദൈവത്തോട് പറയുന്നത്, നീ അവൻ്റെ വീടിന് ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സംരക്ഷണം, തൻ്റെ ദൂതന്മാരുടെ സംരക്ഷണം നമുക്കുണ്ട്. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ലെന്ന് നമ്മൾ വായിച്ചു. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല.
കർത്താവ് പറഞ്ഞു, സ്വർഗത്തിലെ ദൂതന്മാർ ദൈവ കുടുംബത്തിലെ ദാസന്മാർ മാത്രമാണ്. ദൂതൻ പറയുന്നത്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. യഹോവ തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതും സ്വർഗത്തിലെ സൈന്യമൊക്കെയും അവൻ്റെ അടുക്കൽ വലത്തും ഇടത്തും നിൽക്കുന്നതും ഞാൻ കണ്ടു. 1 രാജാക്കന്മാർ 22:19 വാക്യം. എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവജനത്തെപ്പറ്റി വായിക്കുന്നത് ദൂതന്മാർ ദൈവത്തിൻ്റെ ദാസന്മാരാണ്, ആരാധകന്മാരാണ്. നമ്മെ സംബന്ധിച്ച് വായിക്കുന്നത്, അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രനത്രേ. ദൈവം തൻ്റെ മക്കൾക്ക് പുത്രത്വം നൽകിയിരിക്കുകയാണ്. ദൈവഹിതത്താൽ നാം അവകാശികളുമാണ്. ദൈവമക്കൾക്ക് തന്നോടൊപ്പം ഇരിക്കുവാനുള്ള പദവി ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ദൂതന്മാർ സംരക്ഷണം ചെയ്യുന്ന അനേക ദൃഷ്ടാന്തങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ക്ഷീണിതനായ ഏലിയാവ് ചൂരച്ചെടിയുടെ തണലിൽ ഇരിക്കുമ്പോൾ അപ്പവും വെള്ളവും നൽകി അവനെ ധൈര്യപ്പെടുത്തി പോഷിപ്പിച്ചു. 1 രാജാക്കന്മാർ 19:4-8 വരെയുള്ള വാക്യങ്ങൾ. അതുപോലെ ഏലിശായെ ശക്തനായ അരാം രാജാവിൽ നിന്ന് വിടുവിച്ചു. ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് വിടുവിച്ചത് ദൈവത്തിൻ്റെ ദൂതന്മാരാണ്. ദൂതന്മാർ വന്ന് സിംഹത്തിൻ്റെ വായ അടച്ചു കളഞ്ഞു. അതുപോലെ ഇന്ന് ദൂതന്മാർ വിശ്വാസികളെ സൂക്ഷ്മ നിരീക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം, ശുശ്രൂഷ, പ്രവൃത്തികൾ ആദിയായവ ദൂതന്മാർ നിരീക്ഷിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവ മരണ പുനരുത്ഥാനം വഴി മനുഷ്യർക്ക് ലഭിച്ച രക്ഷയും അനുഗ്രഹങ്ങളും കാണുന്നതിന് ദൂതന്മാർ കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് പത്രോസിൻ്റെ 1-ാം ലേഖനം 1:10-11 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. നമ്മുടെ കൂടിവരവുകളിൽ, സഭാ കൂടിവരവുകളിൽ ദൂതന്മാരുടെ സാന്നിധ്യമുണ്ട് എന്ന് 1 കൊരിന്ത്യർ 11:10 നമ്മൾ കാണുന്നു. നാം അത് പോലും വിസ്മരിക്കുന്നവരാണ്. ആകയാൽ സ്ത്രീക്ക് ദൂതന്മാർ നിമിത്തം തലമേൽ അധീനത ലക്ഷ്യം ഉണ്ടായിരിക്കണം. അതുപോലെ ദൈവമക്കളുടെ വാക്കുകൾ ദൂതന്മാർ ശ്രദ്ധിക്കുന്നുണ്ട്. സഭാപ്രസംഗി 5:2-6 വരെ വായിക്കുമ്പോൾ, അബദ്ധവശാൽ വന്നുപോയി എന്ന് നീ ദൂതന്റെ സന്നിധിയിൽ പറയുകയുമരുത്. പക്ഷമായി ഒന്നും ചെയ്യാതിരിക്കുവാൻ പൗലോസ് ദൂതന്മാരെ സാക്ഷിയാക്കി കൽപ്പിക്കുന്നു. 1 തീമോത്തിയോസ് 5:21. നമ്മളെ തെറ്റായും പക്ഷമായും കാര്യങ്ങൾ ചെയ്താൽ നാം അത് മനസ്സിലാക്കിയില്ലെങ്കിലും മറ്റാരും മനസ്സിലാക്കിയില്ലെങ്കിലും ദൂതന്മാർ അത് ശ്രദ്ധിക്കുന്നുണ്ട്. അതുമാത്രവുമല്ല, ദൈവമക്കളെ സ്വർഗീയ സദസ്സിലേക്ക് കൊണ്ടുപോകുന്നത് ദൂതസംഘമാണ്. വിശ്വാസികൾ മരിക്കുമ്പോൾ അവരുടെ ആത്മാക്കളെ സ്വർഗീയ പർദീസയിലേക്ക് നയിക്കുന്നത് ദൈവദൂതന്മാരാണ്. ആ ദരിദ്രൻ മരിച്ചപ്പോൾ, ലാസർ, ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ലൂക്കോസ് 16:22. അതുമാത്രമല്ല, ഏലിയാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയത് അഗ്നി അശ്വങ്ങൾ വഹിക്കുന്ന അഗ്നി രഥത്തിലായിരുന്നുവെന്ന് 2 രാജാക്കന്മാർ 2:10 നമ്മൾ വായിക്കുന്നു. ഞാൻ ഒരു സംഭവ കഥ ഇങ്ങനെ വായിക്കുകയുണ്ടായി. ഒരിക്കൽ ഒരു പാസ്റ്റർ തൻ്റെ സഭയിലുള്ള ഒരു സഹോദരൻ ദീനമായി ആശുപത്രിയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തെ സന്ദർശിക്കുവാനായിട്ട് പോയി. റൂമിൻ്റെ വാതിൽക്കൽ ചെന്ന് നോക്കുമ്പോൾ ആ രോഗിയുടെ ബെഡിന് ചുറ്റും വെള്ള വസ്ത്രം ധരിച്ച നേഴ്സുമാർ നിൽക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി. സന്ദർശനം കഴിഞ്ഞ് തിരികെ വരാം എന്ന് അദ്ദേഹം തീരുമാനിച്ച്
വെയിറ്റിംഗ് റൂമിൽ പോയി കുറേ സമയം ഇരുന്നു. പിന്നീട് അദ്ദേഹം രോഗിയുടെ അടുത്തേക്ക് വീണ്ടും വന്നു. അപ്പോഴേക്ക് ആ രോഗി, ആ സഹോദരൻ മരിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരാളോട് പാസ്റ്റർ പറഞ്ഞു, അല്പസമയം മുമ്പേ ഞാനിവിടെ വന്നിരുന്നു, റൂമിൻ്റെ വാതിൽക്കൽ വന്നപ്പോൾ അനേകം നേഴ്സുമാർ ചുറ്റും നിൽക്കുന്നതായി കണ്ടു എന്ന് പറഞ്ഞു. എന്നാൽ ആ അടുത്തുനിന്ന് ആൾ പറഞ്ഞു, അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇപ്പോഴെങ്ങും ഉണ്ടായിട്ടില്ല, ഇവിടെ ആരും ആ സമയത്തില്ലായിരുന്നു എന്നയാൾ മറുപടി പറഞ്ഞു. അപ്പോൾ വിശ്വാസി മരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർ അവരെ പറുദീസയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇനിയും ദൂതന്മാരുടെ ഭാവികാല ശുശ്രൂഷ എന്താണ്? ദൈവസഭയെ ചേർക്കുന്നത് ക്രിസ്തു മധ്യാകാശത്ത് വന്നായിരിക്കും എന്ന് നമുക്കറിയാം. അപ്പോൾ പ്രധാന ദൂതനായ മീഖായേലിൻ്റെ ശബ്ദം മുഴങ്ങും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ, അങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. അതുമാത്രമല്ല, കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ ദൂതന്മാർ അകമ്പടി സേവിക്കും. മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരുമായി വരും. മത്തായി 16:27. മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരും. മത്തായി 25:31. മാത്രവുമല്ല, മഹത്വ പ്രത്യക്ഷതയ്ക്ക് ശേഷം യഹൂദ ശേഷിപ്പിനെ ഭൂമിയുടെ 4 അറുതികളിൽ നിന്നും കൂട്ടിച്ചേർക്കുന്നത് ദൈവത്തിൻ്റെ ദൂതന്മാരാണ്. നമ്മളത് വായിക്കുന്ന എവിടെയാണ്? മത്തായി 24:31 വാക്യത്തിൽ, അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടുകൂടെ അയക്കും. അവർ അവൻ്റെ വൃതന്മാരെ ആകാശത്തിൻ്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. അതുപോലെ ലോകാന്ത്യത്തിൽ നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് അവരെ തീച്ചൂളയിൽ ഇടുന്നത് ദൂതന്മാരാണ്. മത്തായി 13:39 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ അയക്കും, അധർമ്മം പ്രവർത്തിക്കുന്നവരെ കൂട്ടിച്ചേർത്ത് തീച്ചൂളയിൽ ഇട്ടുകളയും. പുതിയ യെരുശലേമിന് 12 ഗേറ്റ്സ് ഉണ്ട്. അതിൻ്റെ മതിലിന് ആ ഗോപുരങ്ങളിൽ 12 ദൂതന്മാരും ഉണ്ട് എന്നാണ് നാം വായിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവമക്കളായ നാം എത്രയോ ഭാഗ്യമുള്ളവരാണ്. ദൈവത്തിൻ്റെ ദൂതന്മാരെ അയച്ച് നമ്മെ സംരക്ഷിക്കുകയും നമ്മെ കാക്കുകയും നമ്മെ വിടുവിക്കുകയും നാം മരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയും എല്ലാം ചെയ്യുന്നത് ദൈവത്തിൻ്റെ ദൂതന്മാരാണ്. നാം അവരെ നമ്മുടെ ഈ കണ്ണുകൊണ്ട് കാണുന്നില്ല എങ്കിലും നമ്മുടെ സഭാകൂടിവരുകളിലെ, നമ്മുടെ വീടിനെ, നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഭവനത്തിലെ പൈതങ്ങളെ, കൊച്ചു കുഞ്ഞുങ്ങളെ എല്ലാവരെയും ദൂതന്മാർ സംരക്ഷിക്കുന്നവരാണ്. ചില വർഷങ്ങൾക്ക് മുൻപേ തിരുവനന്തപുരത്ത് ഒരു വലിയ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുകളിൽ നിന്ന്, എനിക്ക് തോന്നുന്നു 10-20 നിലയുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ മുകളിൽ നിന്ന് ഒരു കുഞ്ഞ് ജനലിൽ കൂടെ എങ്ങനെയോ താഴേക്ക് വീണു. പക്ഷെങ്കിൽ ആ കുഞ്ഞിനൊന്നും സംഭവിച്ചില്ല, ഒരു പോറൽ പോലും പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന 100% ഞാൻ വിശ്വസിക്കുന്നത് ദൈവത്തിൻ്റെ ദൂതന്മാർ ആ പൈതലിനെ അവരുടെ കരങ്ങളിൽ വഹിച്ചു എന്നാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. അതുപോലെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ, അതുപോലെ ഭവനത്തിലായിരിക്കുമ്പോൾ, ദൂരദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ, ഏകാന്തതയിൽ, അങ്ങനെയുള്ള അനേക സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ നമ്മെ ശുശ്രൂഷിക്കും. യാതൊരു സംശയവുമില്ല. ഇതിനെല്ലാം മഹത്വം നമുക്ക് ദൈവത്തിന് കൊടുക്കാം. അടുത്ത നാളിൽ എഴുതിയ ഒരു പാട്ടിൻ്റെ ചില അടികൾ ഞാൻ തന്നെ പാടി കേൾപ്പിക്കാം. അതിൻ്റെ ട്യൂൺ ഒരു പക്ഷേ നിങ്ങൾ കേട്ട് കാണും. ഭൂമയർക്ക് രക്ഷയേകാൻ ഭൂവിൽ നീ വന്നു, ഭൂവിൽ നീ വന്നു.
കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നതിനെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഓമയ്യർക്കു രക്ഷയേകൻ പൂവിൽ നീ വന്നു, പൂവിൽ നീ വന്നു. ഭൂമയ്യർക്കു രക്ഷയേകൻ പൂവിൽ നീ വന്നു, പൂവിൽ നീ വന്നു. നീളെ നീളെ വൈരികളെല്ലാം കലിതുള്ളി നിൽക്കവേ, കലിതുള്ളി നിൽക്കവേ. ശാന്തി പകരാൻ ആശ്വാസമേകാൻ നീ വന്നില്ലയോ, നീ വന്നില്ലയോ. ശാന്തി പകരാൻ ആശ്വാസമേകാൻ നീ വന്നില്ലയോ, നീ വന്നില്ലയോ. യേശുവിൻ സ്നേഹവും താഴ്മയുമെല്ലാം ഭയമെന്നെ ഘോഷിച്ചു പാരിൽ. യേശുവിൻ സ്നേഹവും താഴ്മയുമെല്ലാം ഭയമെന്നെ ഘോഷിച്ചു പാരിൽ. മിഴിനട്ടു നിന്നൊരു ലോകത്തിലെങ്ങും അഴകുറ്റ ആശകൾ പൂത്തു. മിഴിനട്ടു നിന്നൊരു ലോകത്തിലെങ്ങും അഴകുറ്റ ആശകൾ പൂത്തു. ഭൂമയ്യർക്കു രക്ഷയേകാൻ പൂവിൽ നീ വന്നു, പൂവിൽ നീ വന്നു. ഒരു പടയാളിയും കുന്തമെടുത്തു തിരുമാർവും കുത്തി തുറന്നു. ഒരു പടയാളിയും കുന്തമെടുത്തു തിരുമാർവും കുത്തി തുറന്നു. അവനുടെ ചങ്കിലെ രക്തവും വാർന്നു ഉറവയിൻ വെള്ളങ്ങൾ പോലെ. അവനുടെ ചങ്കിലെ രക്തവും വാർന്നു ഉറവയിൻ വെള്ളങ്ങൾ പോലെ. ഭൂമയ്യർക്കു രക്ഷയേകാൻ പൂവിൽ നീ വന്നു, പൂവിൽ നീ വന്നു. യേശു താൻ വേഗം ദൂതരുമായി വാനിൽ വെളിപ്പെടും നൂനം. യേശു താൻ വേഗം ദൂതരുമായി വാനിൽ വെളിപ്പെടും നൂനം. തന്മക്കളെ വരും തന്നോടു കൂടെ വാസം ചെയ്യുമന്നാളിൽ. തന്മക്കളെ വരും തന്നോടു കൂടെ വാസം ചെയ്യുമന്നാളിൽ. മാനവർക്കു രക്ഷയേകാൻ പൂവിൽ നീ വന്നു, പൂവിൽ നീ വന്നു. ഭൂമയ്യർക്കു രക്ഷയേകാൻ പൂവിൽ നീ വന്നു, പൂവിൽ നീ വന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.